കണ്ടോ, എൻ്റെ 2 കാലിൽ നിറച്ച് തെളിവാണ്. ഇതാ നമ്മൾ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വെറുതെ സമയം കളഞ്ഞ് വിഷമിച്ച് ദുഃഖിച്ച്. ദൈവം പല രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരുമെന്ന്. ദൈവം ദൈവത്തിൻ്റെ അല്ല വരുന്നത്, പല മനുഷ്യരുടെ രൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കപ്പ നട്ട് തീർന്നതും അങ്ങനെ ദൈവത്തിൻ്റെ രൂപത്തിൽ പല മനുഷ്യരും വന്നതുകൊണ്ട് ഹായ്, ബിന്ദു സ്റ്റുഡൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ പണിയെടുത്ത് മടുത്തിരിക്കുക കേട്ടോ. പണിയെടുത്തതിന്റെ തെളിവ് കാണിച്ചരാവേ. തെളിവ് നിങ്ങൾ കണ്ടോ, എൻ്റെ 2 കാലിൽ നിറച്ച് തെളിവാണ്. ഇവനെ കണ്ടാലും തെളിവ് കിട്ടും. ഇവിടെ പിന്നെ കാലും കൈയൊക്കെ കഴുകി നമ്മളിതാ കണ്ടം നിറച്ച് കപ്പയിട്ടേ. നമ്മള് ഇന്ന് കപ്പയിട്ട് തീർന്നു. കുംഭമാസം തീർന്നു, കപ്പയിട്ടും തീർന്നു. നാളെ മീനം. അപ്പൊ നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അയ്യോ, നമ്മള് തിരിച്ചു പോവുക. ആ പറമ്പിന്റെ അപ്പുറയാണ് തറവാട്. തറവാടിന്റെ താഴെയുള്ള സ്ഥലത്താണ് നമ്മൾ കപ്പ ഇട്ടത്. അപ്പൊ ചേച്ചി ഉണ്ടായിരുന്നു, ചേട്ടന്മാരുണ്ടായിരുന്നു, ഞങ്ങളുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. അന്നേരം പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. ഇതാ നമ്മുടെ തറവാടിന്റെ ഒരു സൈഡ് കാണുന്നത് കണ്ടോ സുഹൃത്തുക്കളെ. നമ്മൾ ഇന്ന് ഏതായാലും കേറുന്നില്ല, കാല് നിറച്ച് ചെളിയ. ചേച്ചി ദേ പോകുന്നതാ. അപ്പൊ അങ്ങനെ ആൻസ് ഉള്ളത് കൊണ്ടാണ് ഇന്ന് കപ്പ നടല് തീർന്നത്. ആണല്ലേ ചേട്ടൻ പറഞ്ഞേ, ആൻസ് ഉള്ളത് കൊണ്ടല്ലേ ഇന്ന് കപ്പ നട്ടല് തീർന്നത്. അത് വാങ്ങിച്ചു വാങ്ങിച്ച് അല്ല, രാവിലെ 8 മണിക്ക് കേൾക്കുന്ന ആള് ഇന്ന് 6 മണിയായപ്പോ ഏറ്റു. ഇനിയിപ്പൊ അവനോർത്ത് നമ്മളിനി കപ്പ നട്ടിട്ട് കപ്പ നടാനായിട്ട് കൊണ്ടുപോകൂല, ഞാൻ ഉറങ്ങിയ ഇനി എന്നെ വിളിക്കൂല എന്നൊക്കെ അവനോർത്തു. ആ കുപ്പിവെള്ളം മറിഞ്ഞവിടെ ചാടരുതേ. അപ്പൊ ആൻസ് എന്താ ഇന്ന് ചെയ്തേന്ന് വെച്ചാല്, ചേട്ടൻ കപ്പ കഷണങ്ങളാക്കി വെട്ടിയിട്ടു. കപ്പ തണ്ട്, കപ്പ കോല് എന്നൊക്കെ പറയും. ആർട്ടിഫിഷ്യൽ അല്ലാതെ ഞാൻ കുറെ തവണ. അപ്പൊ അത് കൊട്ടയിലാക്കി ഒരു കൊട്ട ചൂരക്കൊട്ട നിറച്ചും ചുവന്ന് ഓരോ കപ്പ ഏരി കൂടെ കപ്പ കൂമ്പലിക്കൂടെ കൊണ്ടുപോയി ഇട്ടത് ആൻസൂട്ടനാണ് കേട്ടോ. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ആൻസുകൂട്ടൻ അങ്ങ് ചെയ്തു. അതുകൊണ്ട് ആൻസ് ഇല്ലാതെ ഇന്ന് കപ്പ നടല് നടക്കൂലായിരുന്നു. അല്ലെങ്കിൽ പിന്നെ വെട്ടുന്ന ആരെങ്കിലും ഈ ഏരിയയിലേക്ക് ഇട്ടിട്ട് പോണം. അപ്പൊ ഇരട്ടി സമയം ആയേനെ. നമ്മളാണെങ്കിൽ ആദ്യം കപ്പ നട്ട് കപ്പ ഇവിടെ ചേച്ചി എടുത്ത് വെച്ച കപ്പക്കോലും മൊത്തം കേടായിപ്പോയി. അപ്പൊ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞ് നമ്മള്, അപ്പൊ ചേച്ചി വിളിച്ചു പറഞ്ഞു കപ്പക്കോലും മൊത്തം ഉള്ളില് കറുപ്പ കേടായിരിക്കുവാന്ന്. അങ്ങനെ എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോരുന്ന വഴിക്ക് നമ്മളൊരു ചേട്ടനെ കണ്ടു. ആ ചേട്ടൻ പറഞ്ഞു വേറെ ആര് ചോദിച്ചിട്ടും കൊടുക്കാത്ത കപ്പക്കോലാന്ന് പറഞ്ഞപ്പം ചേട്ടന്റെ വർക്ക് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചാ തരുവാന്ന്. അന്നേരം ആ ചേട്ടൻ പറയും തരും, ഞാൻ പറഞ്ഞാ തരും എന്ന് പറഞ്ഞ് ആ ചേട്ടൻ വിളിച്ചോണ്ട് പോയിട്ട് ആ ചേട്ടൻ തന്നെ നമുക്ക് കപ്പക്കോല് കഷണങ്ങളാക്കി 2 കഷണങ്ങളാക്കി ആ ചേട്ടൻ തന്നെ ചീത്തയൊക്കെ വെട്ടിക്കളഞ്ഞ് നമുക്ക് ആ ചേട്ടൻ തന്നെ എടുത്ത് തന്നിട്ട് നമ്മളത് വണ്ടിയിലിട്ട് കൊണ്ടുവന്നു. അങ്ങനെ അത് നട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് തീർന്നു. നമുക്ക് ആ മൊത്തം തികയുന്നിടത്ത് കൊണ്ടുവന്ന തീർന്നു കഴിഞ്ഞിട്ട് ഇനി എന്ത് ചെയ്യുമല്ലയ്യ എന്ന് പറഞ്ഞ് വീണ്ടും നിൽക്കും. അന്നേരം ഒരു ചേട്ടനും എൻ്റെ വൈഫും കൂടെ വരുവാ. അന്നേരം പറഞ്ഞു അവിടെ ഇരിക്കുന്നുണ്ട് ജാക്സൺ ചേട്ടാന്ന് പറഞ്ഞു വെച്ചിട്ട് അതും തന്നു വിട്ടു. അതങ്ങനെ നമ്മുടെ കാര്യം അത് തീർന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതും തീർന്നു. ഒരു 12 കൗണ്ടർ വേണം. പിന്നെ നമുക്ക് ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ നട്ടു. എന്താണേലും കുംഭമാസത്തില് കപ്പ നട്ട്. നാളെ മീനോ 1-ാം തീയതിയാ. നമ്മുടെ കൂടെയാണ്. എനിക്ക് തിന്നാനല്ല വേണ്ട. ഏത് സ്ഥലത്താടാ? പറ. തൊടുപുഴ പാർക്കിലോ? അവിടെയല്ലേ നാള് പോയത്? അത് കുറച്ച് നേരം നിൽക്കാൻ പറ്റിയോ? ഓ അങ്ങനെ. അത് പിന്നെ അവിടെ ചെന്നപ്പോ സീമാസ് കാണുമ്പോ ഒന്നും തോന്നുന്നു.
അതെനിക്ക് അറിഞ്ഞൂടാ, അത് അവിടെ ചോദിക്കണം കൊണ്ടുപോകും. ഏതായാലും ഇത്ര പണിയൊക്കെ ചെയ്തല്ലേ. ഇന്ന് സമയമില്ല, നാളെ നാളെ പഠിക്കട്ടെ. ഇന്നിപ്പോ ചെന്നിട്ട് ഇനി പുളിയെല്ലാം കഴിഞ്ഞ് ഒന്നാമത് മടുത്തു. രാവിലെ തുടങ്ങി രണ്ടും എല്ലാരും പണിയല്ലേ. നമുക്കൊന്ന് അവിടെ പോയി റിലാക്സ് ചെയ്യാൻ ചേട്ടാ. വണ്ടി ഒന്ന് കഴുകുന്നുണ്ട്. നമുക്ക് അവിടെ പോയി ഇച്ചിരി നേരം ചുമ്മാ കാറ്റൊക്കെ കൊണ്ട് നിക്കാം. അതായത് അവന് ഇത്ര പണിയൊക്കെ ചെയ്തല്ലേ. ചെയ്യാൻ സമയമുണ്ടല്ലോ. അല്ലേ ആദ്യമേ പണിക്കാരൻ പറഞ്ഞു കൊടുത്തു. ഇപ്പൊ എത്ര നേരമായിട്ട് 4-5 മിനിറ്റ് ആയുള്ളോ. ഓ അങ്ങനെ ഇന്നത്തെ പണിയൊക്കെ ഇങ്ങനെ. ഞാൻ എന്നിട്ട് ഉച്ചക്ക് നമ്മളെ കപ്പ നട്ടു, കപ്പക്കോല് തീർന്നു. അതിനുശേഷം നമ്മൾ അടുത്ത വീട്ടിൽ പോയിട്ട് പിന്നെ അവര് കപ്പക്കോല് തന്നു, അത് വെട്ടിയെടുത്ത് അവള് വീട്ടിൽ വന്നു. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് ഫുഡൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പം നമ്മളാണെങ്കിൽ ഇന്നലെ ആണെങ്കിൽ ചേച്ചിയുടെ ചേട്ടന്റെ റിലേറ്റീവ് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ നമ്മൾ അവിടെ പോയി. അങ്ങനെ അവിടെയൊക്കെ പോയി വന്നു. അപ്പോൾ ഒത്തിരി ലേറ്റ് ആയിപ്പോയി. ഇവിടെ എങ്ങും അല്ല, നമ്മുടെ അങ്ങ് തലയോരപ്പറമ്പ് അടുത്താ പോയത്. അപ്പം വൈക്കം അടുത്ത് കീഴൂരെന്ന് പറഞ്ഞ സ്ഥലത്താ പോയത്. നമുക്ക് അവിടെയൊക്കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. തലയോലപ്പറമ്പിലുണ്ട്, വൈക്കത്തുണ്ടെന്നൊക്കെ പറഞ്ഞ് കമന്റ് വരാറുണ്ട്. കീഴൂര് മൗണ്ട് കാർമൽ ചർച്ചിന്റെ അടുത്ത്. അങ്ങനെ അവിടെ പോയി ലേറ്റ് ആയിട്ടാ വന്നേ. 2 മണിയൊക്കെ ആയി നമ്മൾ ഇന്നലെ ഉറങ്ങിയപ്പോ. അതിന് ശേഷം അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വെയിൽ ഉദിക്കുന്നതിന് മുമ്പ് കപ്പ നടണമായിരുന്നു. അപ്പൊ വെയിലത്ത് നിന്ന് നടണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് അപ്പൊ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേറ്റത് 6:45. ചേട്ടൻ 6:30 ആയപ്പോഴേ എഴുന്നേറ്റെന്ന് പറഞ്ഞു. ഞാൻ എഴുന്നേറ്റ് മൊബൈലിൽ ടൈം നോക്കിയത് 6:44. ഞാൻ എഴുന്നേക്കുമ്പോ ചേട്ടൻ കട്ടിലില്ല. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഇങ്ങനെ ഇരുന്നപ്പോഴേ ഇതിന്റെ പേർക്ക് ഓടി വന്നേക്കോ ചേട്ടാ. എന്റെ പുറകെ വന്ന് തൊട്ടന്നേ ഇവൻ എണീറ്റ്. അപ്പൊ ഞാൻ ചോദിച്ചേടാ പപ്പ എന്ത് ഞാനത് ചേട്ടനെ കപ്പാടാൻ പോയോ, ഞാൻ ഉറങ്ങുവാണല്ലോ, എന്നെ ശല്യം ചെയ്യണ്ടല്ലോ. ഞാൻ ചോദിച്ചു ഇവനോട്. അന്നേരം ഇവൻ പറഞ്ഞ ആട്ടിൻകൂട്ടിലുണ്ടെന്ന്. അല്ല കോഴിക്കൂട്ടിലുണ്ടെന്നു. അങ്ങനെയാണ്ടാ ഇവൻ പറഞ്ഞത്. പിന്നെ നമ്മള് പിന്നെ അവിടുന്ന് 7:15 ആയപ്പോ പോകും. കട്ടൻ ചായ ചേട്ടന്റെ അടുത്ത് പോയ കപ്പക്കോല് മേടിച്ച് എല്ലാം കൂടെ ചെന്നപ്പോ 8 മണി കഴിഞ്ഞു. ശരിയാ. അപ്പൊ ഞാൻ അല്ല ഒരു കാര്യം അങ്ങനെ താമസിച്ച എന്നാന്ന് ചോദിച്ചാല് ഈ കപ്പക്കോല് കിട്ടാൻ വേണ്ടിയായിരുന്നു. കപ്പക്കോലില്ലാതെ വന്നപ്പം ടെൻഷനായി. നമ്മൾ ഒത്തിരി പേരെ വിളിച്ചു കേട്ടോ, ഒത്തിരി പേരെ വിളിച്ചു കപ്പക്കോലിന് വേണ്ടിയിട്ട്. അറിയാവുന്നവരൊക്കെ വിളിച്ചു. അപ്പൊ നമ്മുടെ പഴയ ഓട്ടോറിക്ഷ ചേട്ടനെ വരെ വിളിച്ചു ചോദിച്ചു. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു ഇവിടെ അടുത്തൊന്നും കപ്പ ആരും നടാത്തോണ്ട് അറിയത്തില്ല, അന്വേഷിച്ച് നോക്കണം എന്ന് പറഞ്ഞു. ഷമീറിനെ വരെ വിളിച്ചു. ഷമീർ ഉറങ്ങുമായിരുന്നു. അവര് പിന്നെ നോമ്പല്ലേ, വെളുപ്പിന് എഴുന്നേറ്റിട്ട് പിന്നെ കിടക്കൂലോ. പച്ചമാങ്ങ അങ്ങനെ നമ്മള് അങ്ങനെ ഒരു പരുവത്തില് നമ്മള് വന്ന് ഇതെവിടെ വയ്ക്കും. അങ്ങനെ നമ്മള് അത്രയും പണിയും ചെയ്ത് നമ്മള് അതിന് കപ്പക്കോല് ടെൻഷൻ അങ്ങ് കയറിയിട്ട് അന്നേരമാണ് വരുന്ന വഴിക്ക് ആ ചേട്ടനെ കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു കരുമണ്ണൂർ ടൗണിൽ പോകാം, നമുക്ക് അവിടെ ആരെങ്കിലും കണ്ട് ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് പോയെങ്കിലും നമുക്കപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇതിലെ പോകാം, ഇവിടെ ഒരാളെ കാണാണ്ടെന്ന് പറഞ്ഞു. തേടിയ വള്ളി കാലി ചുറ്റിയെന്ന് പറഞ്ഞാണ് ആ ചേട്ടനെ കണ്ടതും. ആ ചേട്ടൻ പറഞ്ഞു എൻ്റെ അനിയൻ വെട്ടി വെച്ചേക്കണ കപ്പയാണ്, കപ്പത്തണ്ടാണ്. അപ്പം അവൻ ആരെ ചോദിച്ചിട്ട് കൊടുക്കാറില്ല. അപ്പം ചേട്ടൻ്റെ ജാക്സൺ ചേട്ടൻ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചാലും തരില്ലല്ലോ എന്ന് പറഞ്ഞു. തരും, നീ ചോദിച്ചാൽ തരും, നീ എൻ്റെ കൂടെ പോരെ എന്ന് പറഞ്ഞിട്ട് അനിയനെ വിളിച്ച് പറഞ്ഞിട്ട് പോയി കപ്പത്തണ്ടൊക്കെ തന്നു. അങ്ങനെ കുറേ നല്ല മനുഷ്യരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പറയാറില്ലേ എപ്പോഴും ദൈവം പല രൂപത്തിൽ നമ്മുടെ മുന്നിൽ വരുമെന്ന്. ദൈവം ദൈവത്തിൻ്റെ രൂപത്തിലല്ല വരുന്നത്, പല മനുഷ്യരുടെ രൂപത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കപ്പ നട്ട് തീർന്നതും അങ്ങനെ ദൈവത്തിൻ്റെ രൂപത്തിൽ പല മനുഷ്യരും വന്നതുകൊണ്ടും കൂടിയാണ്. കൊണ്ടുവന്ന് കപ്പയും തീർന്നു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കപ്പ തികഞ്ഞില്ലെങ്കിൽ നീ ഒന്ന് വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഇവിടം വരെ വരണ്ടല്ലോ എന്നോർത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വേറൊരു ചേട്ടനെ കണ്ടതും അവരെ വീട്ടിൽ പോയിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ കപ്പ എടുത്തതും
അങ്ങനെ അത് നട്ട് തീർന്നതൊക്കെ. അങ്ങനെയാണ് നമ്മുടെയൊക്കെ മനുഷ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹജീവിയാണ്. ആരെക്കൊണ്ട് എപ്പോഴാണ് ഉപകാരപ്പെടുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ. അപ്പം അങ്ങനെയാണ് നമുക്ക് ഇന്ന് ഉപകാരപ്പെട്ടത്. കണ്ടോടാ, നമുക്കൊരാവശ്യം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഓരോ മനുഷ്യന്മാർ നമ്മളെ വന്ന് സഹായിച്ചത് കണ്ടോടാ. അതേലും വിളിച്ച് തിരിക്കാൻ നിൽക്കില്ലേ. ഫുള്ള് ചൂട് കാറ്റായിരിക്കും, തിളച്ച കാറ്റ്. അങ്ങനെ നമ്മൾ വന്നു, കപ്പയെല്ലാം നട്ടു, ഞങ്ങൾ കയറി പോകുന്നു. ഇനിയിപ്പം ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ടൊന്ന് കുളിച്ചായിരുന്നു, ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ രാവിലെ ഒന്നും ഉണ്ടാക്കി വെച്ചില്ല, നമ്മൾ പിന്നെ സൊമാറ്റോയിൽ ഓർഡർ ചെയ്തു. അപ്പം ഞാനും പറഞ്ഞു നമുക്ക് 2 പൊതി ചോറ് മതി 4 പേർക്ക് കഴിക്കാനായിട്ട്. അപ്പം 3 പൊതി വാങ്ങാമെന്ന് ഞാൻ പറഞ്ഞപ്പം ചേട്ടൻ പറഞ്ഞു എനിക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എന്നാ വേണ്ട വെച്ചപ്പോൾ എന്നാൽ പിന്നെ കുഴിമന്തി വാങ്ങാമെന്ന് പറഞ്ഞു. എനിക്ക് കുഴിമന്തി വേണ്ട, ചോറ് വേണ്ട, പൊറോട്ട വേണ്ട, കുഴിമന്തി വേണ്ട, അൽഫാമന്തി വേണ്ട, ചിക്കൻ ബിരിയാണി വേണ്ട, ചപ്പാത്തി വേണ്ട, ഒന്നും വേണ്ട. എന്നിട്ട് പിന്നെ അവസാനം പറഞ്ഞു എന്നാൽ പിന്നെ എനിക്ക് കുഴിമന്തി മതി എന്ന് പറഞ്ഞു. അപ്പം കുഴിമന്തി മതി എന്ന് പറഞ്ഞു. ഞാൻ കുഴിമന്തി മതി ചോദിച്ചപ്പോൾ കുഴിമന്തി മതി. പക്ഷെ കുഴിമന്തി ചേട്ടന് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് അൽഫാം മന്തി വാങ്ങിച്ചു. ഞാൻ പിന്നെ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് ചിക്കൻ ഞാൻ കുറച്ച് നാളായിട്ട് ഇപ്പോൾ കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ബീഫ് കറിയും വാങ്ങിച്ചിട്ട് സൂപ്പർ കറിയായിരുന്നു. ഹോട്ടൽ അൽസാഫിന്നാണ് എടുത്തത്, തൊടുപുഴയിൽ, നമ്മുടെ ബംഗളൂരു ബൈപ്പാസിൽ. ഇപ്പോൾ ഇത് കണ്ട നമ്മൾ പച്ചമാങ്ങ നമ്മൾ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെ ആണെങ്കിൽ പണി നടക്കുന്നുണ്ട്. അപ്പം അവിടെ വന്നതാണ്. പണിക്കാരൊക്കെ പോകാനൊക്കെ നേരത്തൊക്കെ വീടടയ്ക്കണം, ഓരോ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പണി കഴിഞ്ഞ് നേരെ ഇങ്ങ് വന്നു. അപ്പോൾ ഇത് കൈയൊക്കെ നിറച്ച് മണ്ണാണ് കേട്ടോ. എന്ത് ചെയ്യാൻ കഴിയും, കൈ നിറച്ച് മണ്ണ കണ്ട, കൈയെല്ലാം നിറച്ച് മണ്ണ. എന്നിട്ട് ഞങ്ങളൊരു പച്ചമാങ്ങ തിന്നാൻ പോവാം. അപ്പോൾ ഈ മാങ്ങയ്ക്ക് വലിയ പുളിയൊന്നുമില്ല കേട്ടോ, വലിയ പുളിയൊന്നുമില്ല. ഇവനിപ്പം പറിച്ചുകൊണ്ട് വന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം പറിച്ച ഷോർട്ട് വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു, അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്ന മാങ്ങയാണ്. അങ്ങനെ ഇന്നത്തെ ദിവസം എന്ന് വെച്ചാൽ രാവിലെ തുടങ്ങിയ പണി വെച്ചാൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ചേട്ടനും വിൻസെൻ്റ് ചേട്ടനും ചേട്ടൻ്റെ വിൻസെൻ്റ് ചേട്ടനും കപ്പക്കോല് വെട്ടിയിട്ട് തന്നു, ചെറിയ എത്രയുള്ള കഷ്ണങ്ങളാക്കി തന്നു. ഞാനും ജാൻസി ചേച്ചിയും കൂടെ, വിൻസെൻ്റ് ചേട്ടൻ്റെ വൈഫ് ചേച്ചിയും കൂടെ കൂട്ടിയിട്ട് നട്ടു. അപ്പോൾ ഈ വെട്ടിത്തരുന്നത് കൊട്ടയിൽ ഓരോ ഏരിയയിലും ഓരോ കപ്പക്കൂമ്പലിലേക്ക് കൊണ്ടിട്ടത് അളവനുസരിച്ച് ഇട്ടത് ആൻസൂട്ടനാണ്. അപ്പം നമ്മൾ ഇത്രയും പേര് നിന്നാണ് പണിതത്. പിന്നെ വേറെ ചേട്ടൻ തൊടുപുഴ താമസിക്കുന്ന ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടൻ അങ്ങനെ പണിയൊന്നുമില്ല കേട്ടോ. പിന്നെ എന്നാ പറയാനുള്ളതെന്ന് പറ. ഇനി വീട്ടിൽ ചെന്നിട്ട് നമുക്ക് കുളിക്കണം, പാർക്കിൽ പോകണം, ആടിനൊക്കെ വെള്ളം കൊടുക്കണം, കോഴിക്ക് തീറ്റ കൊടുക്കണം. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സമയം കിട്ടിയാൽ പാർക്കിലൊന്ന് പോകണം. സെൽസി പാൻറ് ഇട്ടേ വരുള്ളൂ. സെൽസി പാൻറല്ലോ, അത് സെൽസി ബൂട്ട്. ഇത് കുറയാൻ വേണ്ടി സെൽസി ബൂട്ടിന് എത്രയാണെന്നറിയോ? 1000. എന്നാണ് നല്ല രസമായിരുന്നു. ഇന്ന് ഫുള്ള് പണി. സത്യം പറഞ്ഞാൽ അതൊരു വീഡിയോ ആയിട്ട് എടുക്കേണ്ടതായിരുന്നു, പക്ഷെ ഫുള്ള് ഞാനും പണി ആയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മൊബൈലെല്ലാം എടുത്ത് കണ്ടത്തിൻ്റെ വരമ്പിൽ വെച്ചേക്കുമായിരുന്നു, അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ കപ്പക്കോല് കൂട്ടിയിട്ട് കത്തിക്കണ വീഡിയോയും കപ്പയ്ക്ക് ഏരി കൂമ്പലെടുക്കില്ലേ, ഞങ്ങൾ കൂമ്പലെടുക്കുക, ഏരി മാടുക എന്നൊക്കെയാണ് കേട്ടോ, ഏരി എടുത്തിടുക എന്നൊക്കെയാണ് പറയുന്നത്. ഓരോ നാട്ടിലും കപ്പയ്ക്ക് മണ്ണ് കൂട്ടി വയ്ക്കുന്നതിന് എന്താ പറയുന്നതെന്ന് കമൻ്റ് ഇടണേ, അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം എടുത്തിട്ടത് ഇപ്പോൾ എല്ലാം നട്ട് തീർന്നൊക്കെ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഓരോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം തീർന്ന് കപ്പ വലിയ കപ്പയായിട്ട് നിൽക്കണ വരെ എടുത്തിട്ട് നമുക്കത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പം കാണാവേ നല്ല രസമായിരിക്കും. നമ്മൾ ഇപ്പം 1/2 ഏക്കറോളം സ്ഥലത്ത് കപ്പ നട്ടിട്ടുണ്ടേ. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ കുഴിമന്തി അൽഫാമന്തി വാങ്ങിച്ചപ്പം ടെൻഡർ കോക്കനട്ടിൻ്റെ ഷേക്കും വാങ്ങി. ഓർമ്മയില്ലടാ ഇനി 3 വാങ്ങിയ
എന്റെ കണ്ണില് വെള്ളമില്ലാതെ ഞാൻ മാക്കൂന് കൊടുത്തു. ഇത് നോക്കാം. എടാ തണുത്ത വെള്ളം ഉണ്ടടാ വീട്ടില്, കുടിക്കണം. പക്ഷെ അത്രയും വെയിൽ കൊണ്ട് അത്രയും ഞാൻ വേർത്തതാ. അപ്പൊ എന്താണേലും എനിക്ക് നന്നായിട്ടൊന്ന് വെള്ളം കുടിക്കണം, അല്ലെങ്കിൽ ഭയങ്കര അസുഖം. കുടികളൊക്കെ വന്ന് എന്ത് ചെയ്യും? നിനക്കും എല്ലാം പറയാനുണ്ടോ എല്ലാരോടും? എല്ലാവരും നിന്നെ നോക്കിയിരിക്കുക. കമന്റ് വന്നിട്ടുണ്ടായിരുന്നു ആൻസൂട്ടിന്റെ ഹൈറ്റ് ഒക്കെ വെച്ച് കുറച്ചുകൂടി സുന്ദരനായല്ലോ എന്ന്. എടാ നിനക്ക് കുറച്ചുകൂടി പൊക്കമൊക്കെ വെച്ച് സുന്ദരനായിന്ന്. എടാ പറഞ്ഞേക്ക. ഇവനൊന്നും സംസാരിക്കുന്നില്ല. ഇവൻ വളരും തോറും സംസാരിക്കുന്നു. ഓ ഇപ്പഴാ അവൻ മാങ്ങ ചോദിക്കണം, തിന്ന് പകുതിയായപ്പോ. അവിടെ പുളി ഇല്ലാന്ന് പറഞ്ഞിട്ട് പുളി കൊണ്ടുവരാ. ശരി, സത്യം പറഞ്ഞപ്പോ തണുത്ത എന്തെങ്കിലും കിട്ടിയ കുടിക്കാൻ തോന്നുന്നു. അതിലിട്ട് തിരിക്കില്ല. വണ്ടി പഠിക്കട്ടെ, നന്നായി പഠിക്കൂളൂ. അയ്യോ ഒന്നും അറിയില്ല, ചുമ്മാ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. പിന്നെ ഇന്നലെ സ്കൂട്ടർ പഠിപ്പിച്ച ചേട്ടൻ. നമ്മളിപ്പോ ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ ഇവ ഏതെങ്കിലും സ്കൂട്ടർ ഇപ്പോൾ ഓടിക്കണമുണ്ടോ, അവൻ പഠിക്കണമുണ്ടോ? സ്കൂട്ടറിൽ ഇവൻ കയറുന്നുണ്ടോ? എന്തൊക്കെ ചേഞ്ചസാ 2 കൊല്ലം കൊണ്ട് വന്നത്. ചേഞ്ചസ് വന്നതിൽ നെഗറ്റീവല്ല, പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ കുറേ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കും, ഇപ്പോഴും സംഭവിക്കുന്നുണ്ട്, പലരാളും വേദനിക്കപ്പെടുന്നുണ്ട്. പക്ഷേ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചാൽ പോരെ. എന്തിനാ നമ്മൾ നെഗറ്റീവായ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് വെറുതെ സമയം കളഞ്ഞ് വിഷമിച്ച് ദുഃഖിച്ചിരിക്കണത്? അപ്പം ഞങ്ങൾ ഈ പച്ചമാങ്ങയൊക്കെ തിന്ന് ഹാപ്പി ആയിട്ടിരിക്കണം. വീട്ടിൽ ചെന്നിട്ട് ഇനി ഇന്നത്തെ 2ാമത്തെ കുളിയിലേക്ക് കടക്കണം. കൈ നിറച്ച് മണ്ണും കാല് നിറച്ചൊക്കെ മണ്ണ്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കുളിക്കണം. എന്നാ എൻ്റെ ഉടുപ്പയിൽ മണ്ണൊന്നും പറ്റിയിട്ടില്ല അല്ലേ ഡാൻസേ? നോക്കിയേ. ഈ നൈറ്റ് ഞാൻ തപ്പി ഞാൻ മടുത്തു പോയായിരുന്നു. അപ്പൊ ഞാൻ കണ്ടല്ലോ. ഇല്ല, ലൈറ്റ് കണ്ടതേ. കണ്ട ലൈറ്റ് കടത്ത്. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വരാം. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. This is signing off. Hindu's Dreams. Bye.